ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനപ്രഭാതത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സ്നേഹവന്ദനം. നമ്മൾ ആത്മീയതയെ വർദ്ധിപ്പിക്കുന്ന പ്രാർത്ഥനയും പാട്ടും പ്രസംഗവും ധാരാളമായിട്ട് ഈ ചാനലിലൂടെ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രോഗ്രാം മറ്റൊരു നിലയിലാണ് പോകുന്നത്. ആത്മീയവും പ്രായോഗിക ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ചിന്തകളാണ് ഈ വചനത്തിലൂടെ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 28-ാം വാക്യം. 28. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. അവർ നശിക്കുമ്പോൾ നീതിമാന്മാർ വർദ്ധിക്കുന്നു. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ. അപ്പോൾ ലോകത്തിൽ കരുണയുള്ള മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിന്തിച്ചത്. ദരിദ്രർക്ക് വേണ്ടി കൈ നീട്ടുന്നവൻ, ദരിദ്രർക്ക് വേണ്ടി കണ്ണടച്ചു കളയാത്തവൻ, അവന് ദൈവം കുറവ് വരുത്തത്തില്ല, അവന് നന്മ വരും. അങ്ങനെ ഒരു ലോകം ഒന്ന് ചിന്തിച്ചേ. അതല്ലേ ദൈവരാജ്യം? ലോകത്തിൽ എല്ലായിടത്തും പൈസ ഉള്ളവരും ഉണ്ട്, പൈസ ഇല്ലാത്തവരും ഉണ്ട്. എല്ലായിടത്തും, അമേരിക്കയിലും ഉണ്ട്. ഞാൻ അമേരിക്കയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അവർ ഇംഗ്ലീഷിൽ അപേക്ഷ യാചിക്കുന്നത്, നമ്മൾ മലയാളത്തിലും അത്രയേ ഉള്ളൂ കാര്യം. അവരിൽ ചിലരൊക്കെ ഇരിക്കുന്നത് ഈ റോഡിലെ റൗണ്ട് അബൌട്ട് പോലെയുള്ള സ്ഥലമുണ്ടല്ലോ, സിഗ്നലൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന കാണാം. മാന്യമായിട്ട് ഇവിടുത്തെ പോലെയല്ല. ഇരുന്നിട്ട് ഒരു ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുക, ഞാൻ ദരിദ്രനാണ്, എന്നെ സഹായിക്കണം. ഞാൻ അന്വേഷിച്ചപ്പം അതെല്ലാം ഈ കഞ്ചാവ്, മയക്കുമരുന്നിൻ്റെ അടിമകളാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അറിഞ്ഞുകൂടെ, അതൊന്നും കൃത്യമായ അറിവുകളല്ല, പക്ഷെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പം ലോകത്തിൽ ഇങ്ങനെയൊക്കെയാണ്. കുന്നുണ്ട്, കുഴിയുണ്ട്, ധനവാന്മാരും ദരിദ്രന്മാരും ഉണ്ട്. മറ്റുള്ളവരോട് കരുണയുള്ളവരും ക്രൂരത കാണിക്കാൻ മനസ്സില്ലാത്തവരും നീതിയുള്ളവരുമായ ധാരാളം മനുഷ്യരുണ്ട്. എന്നാൽ മനസ്സിനകത്ത് കടുത്ത ദുഷ്ടതയുള്ളവരുണ്ടോ? ഉണ്ട്. അതിനൊരു ഉദാഹരണം പറയാൻ എനിക്കിപ്പോൾ പറ്റത്തില്ല, പൊതുവെ പറ്റത്തില്ല. എന്നാൽ എനിക്ക് ദുഷ്ടതയില്ലാത്ത ഒത്തിരി കൂട്ടുകാരുണ്ട്. ദുഷ്ടതയുള്ള ചുരുക്കം ചിലരെ കണ്ടിട്ടുമുണ്ട്. അവര് ലോകത്തിൽ ആരും ഉയരുന്നതിൽ അവർ സന്തോഷിക്കുന്നില്ല. ആർക്കും നന്മ വരുന്നതിൽ അവർക്ക് സന്തോഷമില്ല. എല്ലാറ്റിനും ഒരു കുറ്റം കണ്ടുപിടിക്കും. അവസരം കിട്ടുകയാണെങ്കിൽ ഉപദ്രവിക്കാവുന്നവരെയൊക്കെ ഉപദ്രവിക്കും. എന്നിട്ട് അവർ വിഷമിക്കുന്നത് കണ്ടുകൊണ്ട് ഇവർ സന്തോഷിക്കും. ഇതാ വചനം പറയുന്നു, ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതിൽ സന്തോഷമുള്ള സ്വഭാവക്കാരൻ, അതായത് ബോൺ ക്രിമിനൽസ് എന്ന് ചിലരെ കുറിച്ച് പറയല്ലേ, അവർക്ക് പണവും കൂടെ വന്നാലോ,
അവർക്ക് പദവിയും കൂടെ വന്നാലോ? അതിനെക്കുറിച്ച് അതിൽ കൂടുതൽ പറയാൻ പറ്റൂലല്ലോ ഈ കാലത്ത്. അതായത് വൻകിട ക്രിമിനലുകൾ ഭരണത്തിൽ വന്നാൽ എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. വന്നുകൊണ്ടിരിക്കുക. വന്നാൽ ആളുകൾ ഒളിക്കും. കാരണം മിണ്ടാൻ നിവൃത്തിയില്ല. നിന്റെ വീട്ടിൽ കയറി തല്ലും, കൊല്ലും. ചിലപ്പോൾ ഒന്നും ഒരു വിഷയമല്ലല്ലോ, കൊല്ലാലോ. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിക്കും. ദൈവഭയമില്ലാത്തവൻ നാടുവാഴുമ്പോൾ ദൈവഭയമുള്ളവൻ ഒളിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ പേര് കള്ളത്തരം കാണിക്കുന്നവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. യഥാർത്ഥമായി ദൈവബോധമുള്ളവൻ, അവനെയാണ് ഞാൻ ഈ ദൈവഭക്തൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നീതിബോധമില്ലാത്തവൻ, ദൈവഭയമില്ലാത്തവൻ, അവൻ നാടുവാഴുമ്പോൾ, അവൻ പോലീസ് ഇൻസ്പെക്ടർ ആയാൽ, അവൻ മന്ത്രിയായാൽ, പാവങ്ങള് ഒളിക്കല്ലാതെ എന്ത് ചെയ്യും? വചനം പറയുന്നു, ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളും, അവർ നശിക്കുമ്പോൾ നീതിമാന്മാർ വർദ്ധിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ പോലീസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരൊക്കെയും നീതിയുള്ളവരും ദൈവഭയമുള്ളവരും ആയിരുന്നാലേ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, നല്ല ഭരണം ലഭിക്കാൻ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗാഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.